ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് വർക്കല പോവാണ് ഗൈസ്. സോ അതിന്റെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസിലാണ്. ആൻഡ് ആ ഒരു ചെരുപ്പൊക്കെ ഇട്ട് ഞാൻ വേഗം റെഡിയായി ബാഗൊക്കെ എടുത്തിറങ്ങി. ഞങ്ങൾ 4:30 ആയപ്പോഴാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അവിടെ തന്നെ അച്ഛൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ നല്ല മഴയുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അമ്മയ്ക്ക് ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ എൻ്റെ ഫ്രണ്ട് വീട്ടിലേക്ക് ചെന്നു. ആൻഡ് അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് നമ്മൾ കാറിന് വേറൊരു കാറിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പ്രീതി ആൻറ്റിയുടെ വണ്ടിയിലെത്തി. അവിടെ നിന്ന് ഞങ്ങൾ ഒരാളെയും കൂടി പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് ഞങ്ങൾ ടോട്ടൽ 5 പേരാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. നമ്മുടെ ട്രെയിൻ നല്ല ലേറ്റ് ആയിരുന്നു. അത്രയും നേരം ഞങ്ങൾ യൂനോ ഒക്കെ കളിച്ചോണ്ടിരുന്നു. അപ്പോഴത്തേക്കും ഞങ്ങൾ ട്രെയിൻ വന്നു. അങ്ങനെ നമ്മൾ വേഗം ട്രെയിനിലേക്കൊക്കെ കയറി. പിന്നെ അവിടെ സ്ലീപ്പർ ആയിരുന്നു, പക്ഷെ അങ്ങനെ ആർക്കും ഉറങ്ങാനുള്ളൊരു മൂഡൊന്നും ഉണ്ടായില്ല. പിന്നെ നമ്മൾ അവിടെ ഇരുന്ന് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് വിശക്കാൻ തുടങ്ങി. അപ്പം നമ്മൾ ബ്രെഡും ജാമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ അന്താക്ഷരിയൊക്കെ കളിച്ചാണ് നമ്മളവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ എത്താനായപ്പോഴത്തേനും എല്ലാവരും പിന്നെ അതിൻ്റെ റെഡിയാവലും ബാഗൊക്കെ എടുത്ത് അങ്ങനെ എല്ലാവരും നേരെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. നമ്മളൊരു 10:30 ആയപ്പോഴത്തേനും അവിടെ എത്തിയിട്ടുണ്ടായി. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നമ്മളൊരു ഓട്ടോയും പിടിച്ച് 150 റുപ്പീസാണ് ഓട്ടോയ്ക്ക് ആയത്. അങ്ങനെ നമ്മൾ നമ്മുടെ റിസോർട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ചെക്ക് ഇൻ ചെയ്ത് നമ്മുടെ റൂമിലേക്കൊക്കെ ചെന്നു. റൂമിലെത്തി ബാഗൊക്കെ വെച്ചിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. സോ ഈ റിസോർട്ടിന്റെ തന്നെ ഓപ്പോസിറ്റ് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ടേക്കാണ് കേട്ടോ പോയത് ഫുഡ് കഴിക്കാനായിട്ട്. അവിടെ കുറെ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാരാണ് ഈ സാധനം കളിക്കാൻ വന്നേക്കണേ. ഓക്കെ, നെക്സ്റ്റ്. അങ്ങനെ നീക്കാനൊന്നും പാടില്ല. കള്ളക്കളിയില്ലേ? അപ്പോഴത്തേക്കും നമ്മുടെ ഫുഡൊക്കെ വന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം നമ്മൾ റൂമിൽ റെസ്റ്റ് എടുത്തു. കുറച്ച് നേരം നമ്മൾ പാട്ടൊക്കെ കേട്ട് അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോഴത്തേനും ഞങ്ങൾ വിചാരിച്ചു പിന്നെ കുറച്ച് നേരം നമ്മൾ പൂളിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. നമ്മൾ നേരെ പൂളിൻ്റെ അങ്ങോട്ടേക്ക് പോയി. നിങ്ങളെന്തോ ഓട്ട മത്സരത്തിന് നിക്കണ പോലെ. അതിനെ തള്ളി തള്ളിട്. ഫ്രണ്ടിൽ കൂടി തന്നെ പോണോട്ടോ മനുഷ്യ. അങ്ങനെ കുറേ നേരത്തെ പൂളിലുള്ള എൻജോയ്മെന്റിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ എല്ലാവരും ഫ്രഷ് ഒക്കെ ആയിട്ട് നമ്മൾ റെഡിയായി ഇറങ്ങി. ആൻഡ് നമ്മൾ ക്ലിഫിലേക്കാണ് കേട്ടോ പോയത്. നേരെ നമ്മൾ അവിടുന്ന് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. പിന്നെ മഴയൊക്കെ പെയ്തിട്ട് കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ കുറേ നേരം നടന്നങ്ങ് ക്ലിഫിലേക്ക് എത്തി. ആൻഡ് അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. ആക്ച്വലി ഒരു മഴ പെയ്തിട്ട് നല്ല രസമായിരുന്നു കാണാനായിട്ട്. പിന്നെ അവിടെ നമ്മൾ നേരെ പോയത് കെഫെ ഇറ്റാലിയനോയിലേക്കാണ്. ബിക്കോസ് നമുക്ക് പൂളിലൊക്കെ കളിച്ച് കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. ആൻഡ് അവിടെ നിന്ന് നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് പിന്നെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് നമ്മൾ ഫുഡ് വന്നപ്പോഴത്തേനും അത് കഴിച്ചു. നമ്മൾ നല്ല രീതിയിൽ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിക്കോസ് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ അവിടെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ നമ്മൾ ഓരോ റീൽസ് ഒക്കെ ഷൂട്ട് ചെയ്ത് പിന്നെ നമ്മൾ അങ്ങ് ബീച്ചിലേക്ക് ഇറങ്ങാൻ വേണ്ടി
വേണ്ടിയിട്ട് പോയി. ആൻഡ് ഓൾമോസ്റ്റ് ആ ഒരു വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് അധികം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ക്രൗഡഡ് ആയിരുന്നു. ബട്ട് എനിക്ക് അവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബിക്കോസ് മഴയൊക്കെ പെയ്തിട്ട് നല്ലൊരു അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു അവിടെ. പിന്നെ നമ്മൾ കുറേ നേരം അവിടെ ബീച്ചിലൊക്കെ സ്പെൻഡ് ചെയ്തു. പിന്നെ അവിടെ നമ്മൾ വീണ്ടും ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ നൈറ്റ് ആയപ്പോൾ നമ്മൾ തിരിച്ച് റൂമിലേക്ക് വന്നു കേട്ടോ. പിന്നെ ഫുള്ള് റൂമിൽ എൻജോയ്മെന്റ് ആയിരുന്നു കേട്ടോ ഗൈസ്.